ആ വാടാ 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 വാ വാ കൊല്ലു 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 കൊല്ലു. ഏ നായേ നല്ല പാട്ട് പാട്. കണ്ടിട്ട് എനിക്കും കൂടി ഭ്രാന്ത് പിടിക്കുന്നു. ദേഹമൊക്കെ പൊള്ളുന്നതിന്റെ കൂട്ട് കാണുമ്പോ. അദ്വൈതന്റെ വിശേഷങ്ങളൊക്കെ 11 മണി എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അതെ അതെ അതെ. അതായത് നമുക്ക് നോക്കിയാക്കാം. കണ്ട ബെൻസും ഒക്കെ ഓരോന്നൊക്കെ പോണ്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തോണ്ട് അതുകൊണ്ട് അവന്മാർക്ക് ഇത്ര അഹങ്കാരം. എന്റെ അമ്മച്ചി അത് എന്താ പോക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുഞ്ഞാ. അപ്പൊ ഞങ്ങള് ഇനിയിപ്പം നേരെ കൊച്ചിയാണ് കേട്ടോ. കൊച്ചി വരെ പിന്നെ ഇടയിൽ ഒരു സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. സ്ട്രൈറ്റ് കൊച്ചിന്ന് പിന്നെ അവിടുന്ന് നമ്മള് അങ്ങോട്ടേക്ക് ആലപ്പുഴ റോഡിന് അങ്ങനെ എടുക്കും. അപ്പോ അങ്ങനെ ഗായ്സ് നമ്മള് എറണാകുളം എത്തിയിരിക്കുകയാണ്. എറണാകുളം എത്തിയിട്ടുണ്ട്. പത്തടിപ്പാലം ഏകദേശം എടപ്പള്ളിയൊക്കെ ഏകദേശം എത്താറായി. പക്ഷെ ഒന്നും പറയണ്ട, ചൂട് എന്ന് പറഞ്ഞാ പോരെ, ചില്ലറ ചൂടല്ല കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് ഇങ്ങനെ കൂടി ഇരിക്കുന്ന കാരണം ഭ്രാന്ത് എടുക്കുന്നു. മനുഷ്യൻ പുഴുത്തു കിടന്നിട്ട്. ഇതിലാണെങ്കിൽ AC ആണെങ്കിൽ അധികം ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിന്. അപ്പൊ പറയണ്ട. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് രാവിലെ 6 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് 7:30 ഇറങ്ങിയപ്പോഴത്തേനും. പിന്നെ കിറ്റി ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ കുറെ ശല്യം ചെയ്ത് അങ്ങനെയൊക്കെ കുറെ സമയം നമുക്ക് സത്യം പറഞ്ഞാൽ കവർ ചെയ്യാനുള്ള ടൈം നമുക്ക് നഷ്ടപ്പെട്ടു ശരിക്കും. അതാണ് ഉണ്ടായത് ശരിക്കും. പക്ഷെ ഒന്നും പറയണ്ട. അപ്പൊ മൊത്തത്തിൽ ഒരു കട്ടുപിടുത്തുള്ള ഒരു കളിയായിരുന്നു ഉണ്ടായിരുന്നത്. അയ്യോ, ലുലുമാളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ലുലുമാളൊക്കെ വരുന്നുണ്ട്. ലുലുമാൾ ഇപ്പൊ പുതിയതായിട്ട് കാണാത്തൊന്നല്ല, എന്നാലും വരുമ്പോ നമ്മളിവിടെ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യണല്ലോ. ഇപ്പഴത്തെ നമ്മൾ കവർ ചെയ്യണല്ലോ, അതുകൊണ്ട് നമ്മൾ എടുത്താന്നുള്ളൂ. ഓക്കെ ഗൈസ്, ലുലുമാള് എന്ന് പറഞ്ഞു ആൾക്കാർക്ക് വലിയ എന്താ പറയാ. ആദ്യമൊക്കെ ലുലുമാള് വന്നപ്പോ വെറുതെ വായി നോക്കാൻ ഒന്നും പറയണ്ട. ഒരാൾക്ക് മൊബൈല് പറഞ്ഞു കൊടുത്ത് മടുത്തു. തീരെ ഒരു ഐഡിയ ഇല്ല. ഭ്രാന്ത് എടുക്കുന്നു. എനിക്ക് ചൂട് കാരണം ദേഷ്യം വന്നിട്ട് സത്യം പറഞ്ഞിരിക്കാൻ മേലെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അല്ല പറഞ്ഞതിനും കാര്യമില്ല. എന്ത് ചൂടറിയോ, ഒടുക്കത്തെ ചൂട്. മനുഷ്യന്മാർക്ക് ബൈക്കിലൊക്കെ പോണവരൊക്കെ
നിങ്ങളുടെ സ്ഥലല്ലേ, അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. എന്തായാലും നമ്മൾ പോണ. എന്നിട്ട് എന്തായിരുന്നു ഇന്നലെ പരിപാടികള്? 4 മണി വരെ ബീച്ചിലുണ്ടായിരുന്നു. ഏത് ബീച്ച്? അങ്ങോട്ടാ? എന്താ കാറ്റ്. എന്നിട്ട് എന്താണ് അദ്വൈതന്റെ വിശേഷങ്ങളൊക്കെ? സ്കൂളിന്റെ അതൊക്കെ കഴിഞ്ഞു അല്ലേ? എക്സാം ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ അടിപൊളിയായിട്ട്. ഇനി എന്താണ് പ്ലാന്? ഫ്യൂച്ചർ പ്ലാന് ഇപ്പൊ എത്രയിലാണ് ഇപ്പൊ? +2 കഴിഞ്ഞു. ഓ, കൊമേഴ്സ്. അതല്ലേലും അങ്ങനെ ആവണല്ലോ, കൊമേഴ്സാണ്. അത് പൊതുവേ ഉള്ളൊരു ഇതാണ് കൊമേഴ്സ് എന്നുള്ളത്. ചില ആളുകളൊക്കെയാണ് ഈ ഹ്യൂമാനിറ്റീസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ്. നല്ല ചിലപ്പോ ഉറക്കത്തിലാവും. അവനകത്ത് അതെ കണ്ടന്റ് വേണം. എന്ത് പറയാ? പിന്നെ നമുക്ക് എന്താ പറയണ്ടേ, എങ്ങനെയുണ്ട് യൂട്യൂബിലെ പുതിയ വിശേഷങ്ങളൊക്കെ? ചാനലൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അതിന്റെ റീസൺ ഒക്കെ ഉണ്ടായിരുന്നത്? റീസൺ എന്തോ, ഞാനല്ലേ അഹങ്കാരം പിടിച്ച് ക്രാക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തതാണ്. ഓ, ക്രാക്ക് ആപ്പ് പൈസ സേവ് ചെയ്യാൻ നോക്കിയപ്പോ ഒരു ചെറിയൊരു പണി ഇങ്ങോട്ട് വന്നു അല്ലേ? എന്നിട്ട് ഇപ്പൊ റെഡിയായി, ഇപ്പൊ ഉഷാറായി, ഇപ്പൊ വീണ്ടും ചാനലൊക്കെ സെറ്റ് ആയി അല്ലേ? ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സാണ് വരുന്നത്? 1.25 മില്യൺ. യെസ്, എന്താ പറ്റി? ഞാനും ശ്രദ്ധിച്ചായിരുന്നു. സ്കൂൾ എക്സാം ഒരു മാസമായിരുന്നു. അങ്ങനെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് തിരിച്ചു. ഇട്ടായിരുന്നു മെയിൻ ചാനലല്ല, സെക്കൻഡ് ചാനൽ ഇട്ടായിരുന്നു എക്സാം ആയിട്ട്. ടോട്ടൽ എത്ര ചാനലുണ്ട് അപ്പോ? 3 ചാനലുണ്ട്. 3 ചാനല് ഉണ്ട്. ഒരെണ്ണം ചുമ്മാ പിന്നെ 2 ചാനലിലെ വീഡിയോ ഉണ്ട്. മറ്റേ ഗെയിമിങ്ങിനായിട്ടൊരു ചാനലുണ്ട് അല്ലേ? ഇപ്പൊ കളിയൊന്നും ഇല്ലേ? പബ്ജി അല്ലല്ലോ, ഏതായിരുന്നു? ഞാൻ അങ്ങനത്തെ ഗെയിം അല്ലത്, ഇത് PC-ക്കകത്ത ഗെയിം മാത്രമേ ഉള്ളൂ. PC നമ്മുടെ വൈസ് സിറ്റി അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് അല്ലാതെ ചുമ്മാ. പക്ഷെ എന്റെ മറ്റേ സൂര്യ ഇല്ലടി, സൂര്യ എന്റെ ഫാനാണ്. അന്ന് വന്നിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മറ്റേതായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? അതല്ലടാ, ഫ്രീ ഫയർ. ഈ ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലല്ലേ? ഫ്രീ ഫയർ ഇവനാണല്ലോ, കാർത്തിയാണ് അതിന്റെ ആള്. അങ്ങനത്തെ ഗെയിം ഒന്നും ഞാൻ അങ്ങനെ കളിക്കാറില്ല. ഓൺലൈൻ വൈസ് സിറ്റി ഷെയർ ചാറ്റ് ഞാൻ പൊളിച്ചിട്ടോ, സൂപ്പറായി. അത് നല്ല ഇതാണ്, മറ്റേ ഹിപ്സ്റ്റർ ഒക്കെ അതിന്റെ ഇതാണല്ലോ അല്ലേ? 1-2 വർഷം മുമ്പാണ് തോന്നി ഞാൻ ചെയ്തത്. ഇപ്പോഴാണ് 2 മാസം 4 മാസം മുമ്പ് അത് നമുക്ക് എങ്ങനെ ഈ ഒമേഗ എങ്ങനെ ഫോണിൽ ചെയ്യാൻ പറ്റുമോ അതോ ലാപ്പ് തന്നെയാണോ വേണ്ടത്? ഭയങ്കര പാടായിരിക്കും. സമാധാനം കിട്ടത്തില്ല ഈ ഫോൺ ചെയ്യുമ്പോൾ.
ഓ അതിന് സിസ്റ്റം തന്നെ ആ കട ഏതാണോ നമ്മുടെ കാലിക്കറ്റ് ചിപ്സിലെ അല്ല ഏതാ അതിന്റെ അല്ല അവിടെ തന്നെ ആ ഇവിടെ വണ്ടി തട്ടിയോ പപ്പുവിന്റെ കട ചേട്ടൻ്റെ കടകളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. ഓക്കെ, ഒരു നാണം പരസ്യമാണല്ലേ. ഇനിയിപ്പോ എത്ര വ്യൂസ് കയറിയാലും കാടി അതിൽ കയറുന്ന പരസ്യത്തിനാണോ കാശ് ശരിക്കും? വരുന്ന പരസ്യത്തിന്റെ ക്വാളിറ്റി, ഓഡിയൻസിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിനകത്ത് ആഡ് വരുന്നത്. അങ്ങനെ കൊച്ചു പിള്ളേരാണെങ്കിൽ വലിയ പൈസ ഒന്നും കിട്ടത്തില്ല. എൻ്റെ ഇപ്പോൾ വരുന്നത് വാട്സപ്പ് വഴി വരുന്ന ആൾക്കാരാണ്. മറ്റേത് ഇങ്ങനെ കയറി കയറി വരുന്നത് വരണ. അമ്മച്ചി ഇനിയിപ്പോ എന്താണ് ഇനിയിപ്പോ ഭാവി? വർത്തമാനം അറിയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലല്ലേ ഈ ഭാവി. അങ്ങനെയാണ് പോട്ടല്ലേ. ജയിക്കൂലേ എക്സാം? എന്താ കാർത്തിക എന്റെ കാര്യോ? ആ ഞാൻ അവിടുത്തെ എല്ലാവരോടെയും പറഞ്ഞു വെച്ചോട്ടെ, എൻ്റെ അളിയഞ്ചൊക്കെ എല്ലാ വിഷയത്തിനും ഫസ്റ്റ് റാങ്ക് എടുക്കുന്നൊക്കെ. ഇതിനാണോ? ആ എന്താ വണ്ടി കെട്ടിയ? എന്നിട്ട് അതെന്താ അതിന് സിനിമയ്ക്ക് പോകായിരുന്നു. ഒന്നാമത് താമസിച്ച് സ്പീഡിലാ വന്ന് പാട്ടിയിൽ ഒറ്റ ചാട്ടം ഒറ്റയടിക്കത് തെറിച്ച് 4 കറക്കം ഇറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചാൽ ചത്തു പോയി കാണുന്നത്. അത് താഴെ വീണ് ഒരു കുഴപ്പമില്ല, അത് തിരിച്ചോടി. അത് പെട്രോൾ എങ്ങനെയാ നല്ല ഇടി കൊണ്ട് കഴിഞ്ഞാൽ ഒന്നായിട്ട് കറങ്ങും. അതിനൊരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടി നിർത്തിച്ച് ഇറങ്ങി നോക്കിയപ്പോ വണ്ടിയുടെ ബോഡിയും പൊട്ടി, അതിന്റെ ഒരു ഗ്ലാസ് ഇടിച്ചകത്ത് കയറി ഇളകിപ്പോയി. ഗ്ലാസ് ഒന്നും പറ്റിയില്ല വണ്ടിക്ക്. പട്ടിയുടെ ഒരു ഇച്ചിരി കൂടെ ഗ്ലാസ്സേ പറ്റിയിരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എന്തുവാടാന്ന് പട്ടി ഇടിച്ചതിന് ശേഷം ഇതൊക്കെ എന്തൊക്കെയല്ല ലോറി ആയിട്ട് അപ്പൊ നോക്കാന്നൊക്കെ. വണ്ടി ഒരു 80 വരുന്നത്, എന്നിട്ട് ഇടിച്ചേ. ഒരു കുഴപ്പമില്ലായിരുന്നു അതിന്. ഏതാ ലാസ്റ്റ് ഏത് സിനിമ ഉണ്ട് ഇപ്പൊ? ലാസ്റ്റ് ജോൺ വിക്ക്. പൊളി പടല്ലേ. നമ്മളതിന്റെ കട്ടവൻ ഈ പോത്തിനെ ഒന്നും അറിയില്ലടോ. എനിക്കറിയത്തില്ല. അപ്പൊ ഇജ്ജും കണ്ടിട്ട് അപ്പൊ ഞാൻ നേരത്തെ ഒന്നും കാണാതാ പോയത്. എനിക്ക് കേട്ടതൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. നല്ല ആളോടെ ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ആരും ഇവനും കണ്ടില്ല, കാർത്തി കണ്ടില്ല? ഉറങ്ങിയോ? ഞാൻ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, ഞാൻ കാണുകയൊക്കെ ചെയ്യും. ഞാൻ അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പഴാണ് അതിന്റെ കറക്റ്റ് ഓർഡർ ക്രമത്തിൽ വരുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇന്നലെ ഇരുത്തി കാണിപ്പിച്ചു. ഞാൻ ഇതല്ലേ ഫസ്റ്റ് പാർട്ട് ഞാൻ എന്നാണ് നമ്മൾ മിഞ്ഞാന്നല്ലേ ഇരുത്തിയാണ്ട് കാണിപ്പിച്ചു കൊടുത്തു. ഒരു പടത്തിന്റെ ഏറ്റവും പോയിന്റ് എന്താ പറയുക, ഒരു നായനാണ്. ആടോ മറ്റേതാ ചെറുത്? ആ മറ്റേ പറയുമല്ലോ പിഗ്മി. അയ്യോ അതിപ്പോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 10-20 ഉണ്ടോണ്ട്. ഏതാ മേടിക്കണ എന്താണ് വെറൈറ്റിയാ? അപ്പോൾ ഗായ്സ് ഞങ്ങളൊക്കെ ഒരു പുറത്ത് പോയി ഒരു ചായ ഒക്കെ കുടിച്ച് നല്ല ഒരു ഫ്രഷ് മൈൻഡൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നു. അവനും ഒന്ന് ഉഷാറായി ഉറക്കം നീച്ച് ഇപ്പൊ ഒന്ന് സെറ്റായിട്ട് ഇവനും ഓക്കെ. അവനെന്താ പാടാ, അവനൊരു വികാരവും കാണില്ലല്ലോ. അല്ല അനക്കൊരു ഇതും കാണില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങള് തിരിച്ച് വീണ്ടും വീട്ടിന്റെ മുന്നിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയിട്ടുണ്ട്. ഇനി ആരെയും തട്ടിക്കൊണ്ടുപോയി നമ്മൾ അതിന് ഉത്തരവാദിത്തമല്ല. എന്നൊക്കെ ഇനി ആരും കൊണ്ടുപോയത്. അപ്പോൾ ഓക്കെ കണ്ടതിലും പരിപാടിയിലും സന്തോഷം. ഇനി അടുത്ത വരവിന് കാണാം. ഓക്കെ സെറ്റ്. ഇനി ഒരു പ്രാവശ്യം അങ്ങോട്ട് പോവാ, പട്ടാമ്പിക്ക് പോവാ. അവിടെ ഫാൻസ് കണക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്.
പട്ടാമ്പിയാണ് അറിയില്ലേ? അറിയാം. പട്ടാമ്പി നേർച്ച, പട്ടാമ്പി പാലം, അങ്ങനൊക്കെ വെറൈറ്റി പരിപാടി. നെന്മാറ വരെ വരണോ? നെന്മാറ ഇപ്പൊ 3-ാം തീയതി പല്ലിങ്ങാണ്. അടിപൊളിയാ. അവിടെ ചിലപ്പോ വരും. വരിക ഈ അങ്ങനെ പാലക്കാട് സ്ട്രൈറ്റ് പോകുന്നുണ്ടോ? അതാ റൂട്ടാ. ഞങ്ങളുടെ അവിടെ നിന്ന് 50-56 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അടിപൊളിയാണ്. വെടിക്കെട്ട് പൊളിയാണ്. വെടിക്കെട്ട് കാണാൻ വരുന്നില്ലേ? അതും പിന്നെ ഊത്രാളിയുണ്ട്. ഊത്രാളിക്കാവിന്റെ അതും സൂപ്പറാണ്. അങ്ങനെ കൊറേ എന്നെ കൊടുത്തൂലേ? ഞാൻ ചോദിച്ചൊന്നുമില്ല. ഞാൻ മിഞ്ഞാന്ന് ചോദിക്കുമ്പോ ഇപ്പോഴും അവന്മാര് തന്നില്ല അതൊക്കെ. അപ്പൊ എന്നാ ഓക്കെ ഗായ്സ്. അപ്പൊ എന്നാ നമ്മുടെ സോളോ വൈനറിനെ നമ്മള് വീട്ടിലേക്ക് യാത്ര ആക്കട്ടെ. അപ്പൊ ഗായ്സ് ഇന്നലെ ഇവിടെ ഞങ്ങൾ എത്തി. പക്ഷെ വീഡിയോ ഒന്നും വരുന്നതിൻ്റെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല ടയർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി ഇതായി. ഇപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. നമ്മുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതെ അമ്മച്ചി ഇരിക്കണു. എന്താണ് അതോ? വേണ്ട ചെരുപ്പൊന്നും എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. അതെ അച്ഛൻ, അനിയൻ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് പോവാൻ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ സേഫായിട്ട് ലാൻഡായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ സേഫായിട്ട് വീട്ടിലേക്ക് പോകണം അല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ടാറ്റ.